പരിശുദ്ധ ബൈബിൾ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം. BC 1500 മുതൽ AD 100 വരെയുള്ള ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഭൂമിയിലെ ഒരേയൊരു ഗ്രന്ഥം. വിവിധ രാജ്യങ്ങളിലും കാലഘട്ടങ്ങളിലും പശ്ചാത്തലങ്ങളിലും നിന്നുള്ള 47 ഗ്രന്ഥകാരന്മാർ, അവരിൽ രാജാക്കന്മാർ, സൈന്യതലവന്മാർ, കർഷകർ, തത്വചിന്തകർ, മുക്കുവർ, ചുങ്കക്കാർ, കവികൾ, സംഗീതജ്ഞർ, രാഷ്ട്രീയ നേതാക്കൾ, ആട്ടിടയന്മാർ, വിശുകുരന്മാർ, പണ്ഡിതർ, പ്രവാചകർ, പുരോഹിതർ, ധനികരും ദരിദ്രരും, ഉന്നത സ്ഥാനീയരും പുറന്തള്ളപ്പെട്ടവരും, അഭ്യസ്തരും വിദ്യാഹീനരും, വിശുദ്ധരും പാപികളുമായ ആ 47 പേരിലൂടെ ഭൂമിയിലെ സകല മനുഷ്യരോടുമായി ദൈവം സംസാരിച്ച നിത്യവചസ്സുകൾ. കാലമെത്ര കഴിഞ്ഞാലും കാലഹരണപ്പെടാത്ത ദൈവത്തിന്റെ വചനം. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഹീബ്രു, അരമായ, ഗ്രീക്ക് ഭാഷകളിൽ രചിക്കപ്പെട്ട 73 പുസ്തകങ്ങളുടെ ഗ്രന്ഥസമാഹാരം. വ്യത്യസ്ത സംസ്കാരങ്ങളിലും രാജ്യങ്ങളിലും സാഹചര്യങ്ങളിലും ജീവിത മേഖലകളിലുമുള്ളവർ അന്യോന്യം അറിയാതെയും പറയാതെയും ദൈവനിവേശിതമായി എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നും പരസ്പര വൈരുദ്ധ്യം പുലർത്തുന്നില്ല എന്നത് അത്ഭുതം. ഓരോ പുസ്തകങ്ങളും അതിശയകരങ്ങളായ വിധത്തിൽ പരസ്പര പൂരകങ്ങളാണ് എന്നത് ബൈബിളിന്റെ മാത്രം സവിശേഷത. ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ആന്തരിക പൊരുത്തം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിളങ്ങി നിൽക്കുന്നത് ബൈബിളിന്റെ അനന്യത. സാഹിത്യം, ചരിത്രം, പ്രബോധനം, കത്ത്, ഓർമ്മക്കുറിപ്പ്, ആക്ഷേപഹാസ്യം, ജീവചരിത്രം, ആത്മകഥ, ഉൽപ്രേക്ഷ എന്നിങ്ങനെ ആധുനിക സാഹിത്യ രൂപങ്ങൾക്കെല്ലാം ബൈബിളിൽ പൂർണ്ണത. ലോകത്താദ്യമായി അച്ചടിക്കപ്പെട്ടതും ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും എക്കാലവും ഏറ്റവും വിപണി മൂല്യമുള്ളതുമായ ഗ്രന്ഥം എന്ന അവകാശം ബൈബിളിന് മാത്രം. മോശ മരുഭൂമിയിലും, ദാനിയേൽ കൊട്ടാരത്തിലും, വിശുദ്ധ പൗലോസ് ജയിലിലും, വിശുദ്ധ ലൂക്ക യാത്രയിലും, വിശുദ്ധ യോഹന്നാൻ വിപ്രവാസത്തിലും, അങ്ങനെ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ ദൈവാത്മ പ്രചോദനത്താൽ എഴുതിയതെല്ലാം എത്തിച്ചേരുന്നത് ഒരുവനിൽ തന്നെ, വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൽ. പരിശുദ്ധ ബൈബിളിൽ ചരിത്രമുണ്ട്, സാഹിത്യമുണ്ട്, ഫലിതമുണ്ട്, രസതന്ത്രമുണ്ട്, ഗണിതശാസ്ത്രമുണ്ട്, ഭൂശാസ്ത്രമുണ്ട്, ജീവശാസ്ത്രമുണ്ട്, ഭൗതികശാസ്ത്രമുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്. മനുഷ്യജീവിതത്തിന്റെ സകല വികാരങ്ങളും വിചാരങ്ങളും പച്ചയായി വരച്ചുകാട്ടുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യുദ്ധങ്ങളും ക്ഷാമങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും ചരിത്രത്തിലും രേഖപ്പെടുത്തപ്പെട്ടവ എന്നത് ബൈബിളിന്റെ ആധികാരികത. ലോകത്തിന്റെയും മനുഷ്യരുടെയും ഭൂതഭാവി വർത്തമാന കാലങ്ങൾ ബൈബിളിലുണ്ട്. ഇതിഹാസ പുരുഷന്മാരുടെ വീരഗാഥകൾക്കൊപ്പം അവരുടെ ബലഹീനതകളും അക്കമിട്ട് നിരത്തുന്നത് ബൈബിളിന്റെ നിഷ്പക്ഷത. യേശുക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട പ്രവചനങ്ങൾ തന്നെ ബൈബിളിന്റെ അനിശ്ചിതതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവ്. സാമ്രാജ്യങ്ങളുടെ അധിപന്മാരും മതമേധാവികളും ബൈബിളിനെ ഭൂമുഖത്തു നിന്നും തുടച്ചുമാറ്റാൻ നടത്തിയ ഉദ്യമങ്ങളുടെ ചാരക്കൂമ്പാരത്തിനു മീതെ ജീവൻ പ്രാപിച്ച് ലോകത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ഗ്രന്ഥമായി ചരിത്രം കുറിച്ചത് തിരുലിഖിതങ്ങളുടെ ആർക്കും തടുക്കാനാവാത്ത ശക്തി. 100 വർഷങ്ങൾക്കുള്ളിൽ ഭൂമുഖത്തു നിന്നും ബൈബിൾ ഇല്ലാതാക്കുമെന്ന് വീരവാദം മുഴക്കിയ വോൾട്ടയറിന്റെ വീട് തന്നെ ബൈബിൾ പ്രിന്റിംഗ് പ്രസ്സായി മാറിയത് ചരിത്രം. പരിശുദ്ധ ബൈബിൾ വിശ്വസാഹിത്യകാരന്മാരെയും മഹാപണ്ഡിതരെയും ഏറ്റവും അധികമായി സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം. ബൈബിളിലേത് ശാസ്ത്രജ്ഞരെയും നിരീശ്വരവാദികളെയും മുട്ടുകുത്തിച്ച അനിഷേധ്യ സത്യങ്ങൾ. പരിശുദ്ധ ബൈബിൾ രോഗങ്ങളിൽ സൗഖ്യമാണ്, നിരാശയിൽ പ്രത്യാശയാണ്, മരണത്തിൽ ജീവനാണ്,
പ്രശ്നങ്ങളിൽ പ്രതിവിധിയാണ്. എന്തെന്നാൽ അത് ജീവനുള്ള ദൈവമാണ്. ആ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും. ദൈവവചനം ആദിയിലേ ഉണ്ടായിരുന്നത്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത് കാലത്തെ രണ്ടായി വിഭജിച്ച ചരിത്ര സംഭവം. പരിശുദ്ധ ബൈബിൾ നിത്യകാലം മാറ്റമില്ലാത്ത വാഗ്ദത്ത വചനങ്ങൾ.